ഹായ് ഹലോ. ഞാൻ ഇന്നുണ്ടല്ലോ ഒരു ബാർബിക്യൂന്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ ന്യൂ ഇയർ ഒക്കെ അല്ല, അപ്പൊ എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി നോക്കാലോ. ഞാൻ ഈ പറയുന്ന റെസിപ്പി വെച്ചിട്ടുണ്ടല്ലോ ചിക്കനും ബീഫും പോർക്കും ഉണ്ടാക്കാട്ടോ. ഞാൻ ഇപ്പൊ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പോർക്കിന്റെ ആണ്. ഞാനിവിടെ എടുത്തേക്കുന്നത് 1 കിലോ പോർക്കാട്ടോ. ഇതിൽ പോർക്ക് ബെല്ലി ആണെങ്കിൽ ഉണ്ടല്ലോ അതിൽ നെയ്യും കൂടെ വരും. അപ്പൊ അതാട്ടോ കുറച്ചും കൂടി നല്ലത്. എന്റെ ഹസ്ബൻഡിന് നെയ്യ് അധികം ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ പീസ് വാങ്ങിച്ചെന്നേ ഉള്ളു. എന്നിട്ട് ഈ പോർക്ക് ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് നല്ലതായിട്ട് തുടച്ച് ഡ്രൈ ആക്കി എടുക്കണേ. ഇതിന് വേണ്ടിയിട്ടുള്ള മാരിനേഡ് റെഡിയാക്കാം. ഞാൻ 1 കിലോ പോർക്കിന്റെ അളവിലാട്ടോ പറയുന്നത്. ഒരു 6 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഒരു 6 കുഞ്ഞുള്ളി എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു 15 to 20 ഞാൻ കാന്താരി മുളകും എടുത്തിട്ടുണ്ട്. പിന്നെ പെപ്പർ ഒരു ടീസ്പൂൺ, ചില്ലി പൗഡർ 1 ടീസ്പൂൺ, ബാർബിക്യൂ സോസ് 2 ടേബിൾ സ്പൂൺ, ഡാർക്ക് സോയ സോസ് 3 ടേബിൾ സ്പൂൺ, ടൊമാറ്റോ കെച്ചപ്പ് 1 ടേബിൾ സ്പൂൺ, ഹണി 1 ടേബിൾ സ്പൂൺ, സോൾട്ട് ആവശ്യത്തിന്. ഞാൻ 1 ടീസ്പൂൺ തൈം ആട്ടോ ഇവിടെ സീസണിങ് ആയിട്ട് എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏതെങ്കിലും സ്പൈസസ്, റോസ്മേരി അങ്ങനെ വേറെ ഏതെങ്കിലും സ്പൈസസ് ഉണ്ട്, സീസണിങ് ചെയ്യാനുള്ള സ്പൈസസ് ഉണ്ടെങ്കിൽ അത് എടുക്കാട്ടോ. നമുക്ക് ഇതൊന്ന് മിക്സിയിൽ അരച്ചിട്ട് വരാട്ടോ. എന്നിട്ട് നമുക്കിത് പോർക്കിൽ നല്ലതായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാമേ. എല്ലായിടത്തും നല്ലതായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് നമുക്കിതൊരു 8 മണിക്കൂറെങ്കിലും കുറഞ്ഞത് ഫ്രിഡ്ജിൽ വെക്കണം. ഒരു ദിവസം ഫുൾ വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമുക്കിതൊരു പാത്രത്തിലാക്കി അടച്ച് ഫ്രിഡ്ജിൽ വെക്കാട്ടോ. അപ്പൊ ഇതൊന്ന് നല്ലതായിട്ട് മാരിനേറ്റ് ആവട്ടെ. അപ്പൊ നമുക്ക് ആ സമയം കൊണ്ട് നമുക്കൊരു ചെറിയൊരു ഡ്രൈവ് പോയിട്ട് വരാം. സീഷെൽസ് നല്ല ഭംഗിയുള്ള ബീച്ചുകളാൽ ഫേമസ് ആണെങ്കിലും നമുക്ക് എല്ലാ ബീച്ചിലും ഇറങ്ങാൻ പറ്റത്തില്ല കേട്ടോ. ഭൂരിഭാഗം ബീച്ചിലും ഇറങ്ങാൻ പറ്റും, പക്ഷെ ചിലതിൽ ഒന്നില്ലെങ്കിൽ തിരമാല ഭയങ്കര ശക്തിയുള്ള തിരമാലകളായിരിക്കും, അല്ലെങ്കിൽ ഫ്രണ്ടിൽ ഒരുപാട് പാറകൾ ഉണ്ടാവും. അപ്പം അങ്ങനെ നമുക്ക് ഇറങ്ങാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു സ്ഥലത്തേട്ടാട്ടോ നമ്മൾ പോകുന്നത്. പക്ഷെ നമുക്ക് ആ കടൽ തീരത്തൂടെ നടക്കുമ്പോൾ ഉണ്ടല്ലോ നല്ല സുഖാട്ടോ. നല്ല ആ കടലിരമ്പവും ആ കാറ്റും എല്ലാം അടിച്ച് നടക്കുമ്പോൾ നല്ല എന്താ പറയുക, എനിക്ക് ഭയങ്കര ഇഷ്ടം അങ്ങനെ നടക്കുന്നത്. ഞാൻ എപ്പോൾ ഇവിടെ വന്നാലും ഈ മരത്തിൻ്റെ 2 കമ്പ് ഒടിച്ച് എൻ്റെ കയ്യിലുമൊക്കെ വീട്ടിൽ ചെന്നിട്ട് അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം. പക്ഷെ ഞാൻ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ അതുപോലെ ഇന്നും ഞാൻ ആ കമ്പുകൾ ഒടിച്ച് കയ്യിൽ വെച്ചിട്ടുണ്ട്. ആ നിൽക്കുന്ന 2 എണ്ണത്തിനെ കണ്ടോ, ഒന്ന് എൻ്റെ കെട്ടിയോനും ഒന്നൊരു ഫ്രണ്ടുമാണ്. ഇവരുടെ കൂടെയാണോ ഞാൻ വന്നതെന്ന് പോലും അവർ നോക്കുന്നില്ല. അവർ ക്രിക്കറ്റ് സംസാരിച്ച് അവരുടെ ലോകത്തങ്ങ് പോവുകയാണ്, ഞാൻ വേറെ ലോകത്തും. ഇന്നിപ്പോൾ കടലിൽ ഒരുപാട് ഇറങ്ങി കിടക്കുക കേട്ടോ. അല്ലെങ്കിൽ ഇത് നമുക്ക് ഇതുപോലെ ഒന്നും ഇതുവഴി ഇറങ്ങി നടക്കാൻ പറ്റത്തില്ല. ഇത് ഫോഴ്സിൽ തിരമാല അടിച്ച് ഫ്രണ്ടിലോട്ട് വരെ. അപ്പൊ ഇന്ന് ഇറങ്ങി കിടക്കുന്നതുകൊണ്ട് നമ്മൾ ഇതുവഴി ഒന്ന് നടക്കാന്ന് വിചാരിച്ചു. എനിക്ക് അറിഞ്ഞുണ്ടല്ലോ, എപ്പോഴെങ്കിലും നല്ല സ്ട്രെസ്സോ പെയിനോ അല്ലെങ്കിൽ ടെൻഷനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ ഞങ്ങൾ ഒരു ഡ്രൈവ് പോകട്ടോ, ഒരു ലോങ് ഡ്രൈവ് പോവേ. അല്ലെങ്കിൽ കടൽ തീരത്തൂടെയോ അല്ലെങ്കിൽ ഇവിടുത്തെ മലകൾക്കിടയിലുള്ള റോട്ടിൽ കൂടെയോ അങ്ങനെ എവിടെയെങ്കിലും ഞങ്ങൾ ലോങ് ഡ്രൈവ് പോയിട്ട് ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര റിലീഫാണേ. ഇവിടെ പാറകൾക്കിടയിലേ വെള്ളം കെട്ടിക്കിടക്കണ്ടോ. അപ്പൊ അതില് കുറെ മീനുകളൊക്കെ ട്രാപ്പായി കിടക്കണ്ടേ. അപ്പൊ അവിടെ ഇവിടെയൊക്കെ പതുങ്ങിയിരിക്കുക. ഒരാള് കമ്പ് വെച്ചിട്ട് അതിനെ കുത്തി കളിക്കുക, അതിനെ പേടിപ്പിച്ച് പുറത്തേട്ടാക്കുന്നു, ഒരാൾ അതിനെ ഫോട്ടോ എടുക്കുന്നു. ഇത് രണ്ടുപേരുടെയും കളികളൊക്കെ കഴിയട്ടെ. എനിക്ക് വയ്യ, ഞാൻ കുറച്ചേരം പോയി അവിടെ പോയിരുന്ന് സുഖമായിട്ട് കാറ്റ് കൊണ്ട് ഞാൻ അവിടെ ഇരിക്കാൻ പോവാണേ. നമ്മൾ തൊട്ടടുത്തുള്ള വേറെ ബീച്ചിലോട്ട് പോവാണേ. ഇവിടെ എന്ത് രസം കാണാൻ നോക്കി, നല്ല നീല കളറിലാണ് കടൽ കിടക്കുന്നത്. പക്ഷെ ഇവിടെയും തിര കൂടുതലാണ്. അപ്പൊ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് സ്വന്തം റിസ്കിൽ കടലിൽ ഇറങ്ങണമെന്ന് കേട്ടോ. പക്ഷെ ഫോറിനേഴ്സ് എല്ലാം ഇറങ്ങുന്നുണ്ട്. ഊഞ്ഞാല് കണ്ട നമ്മൾ ഇങ്ങനെ ആടാണ്ട് പോരും അല്ലേ. നമ്മുടെ എല്ലാവരുടെ ഉള്ളിലൊരു കൊത്തിത്തല്ലേ. ലാസ്റ്റ് ഒരു തർക്കമായിട്ടോ, ഞാൻ കുറച്ചു നേരം ആടിയുള്ളൂ, നീ കൂടുതൽ നേരം ആടി. അങ്ങനെ ഞങ്ങള് കുഞ്ഞു പിള്ളേർ തർക്കിക്കുന്ന പോലെ കിടന്ന് തർക്കിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവിടെ. ഏതെങ്കിലും ഒരു ഇടവഴി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരും കയറി അങ്ങ് പോവാണേ. അപ്പൊ ഇതൊരു പാലാട്ടോ, അപ്പുറത്തെ ഒരു മലയിലോട്ടുള്ള ഒരു പാലാണേ. അവൻ എന്നെ വിളിക്കുന്നുണ്ട് എന്തിനാണെന്ന് പറയുമ്പോൾ അവിടെ താഴെ ഒരു ഞണ്ടുണ്ട്. പക്ഷെ ഞാൻ അവിടെ പോയി വീഡിയോ എടുക്കുന്നുണ്ടല്ലോ, അപ്പൊ തന്നെ അവൻ അതൊരു കല്ലെടുത്തെറിഞ്ഞ് ആ ഞണ്ടിനെ ഓടിക്കും കേട്ടോ. അങ്ങനെ ഒരു വകതിരിവില്ലാത്തൊരു ചെക്കനാണിത്. അയ്യോ, നല്ലോണം കൊതുക് കടിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ വിളിച്ചോണ്ടിരിക്കുക രണ്ടുപേരോടൊന്ന് വരാൻ പറഞ്ഞിട്ട്. അവിടുന്ന് ഏതൊക്കെയോ ഒരു കായൊക്കെ പറിച്ചിട്ട് ഞണ്ടിനെ എറിഞ്ഞുകൊണ്ടിരിക്കുന്ന കണ്ടോ. ലാസ്റ്റ് എന്നെ എനിക്ക് ക്ഷമയില്ല, എങ്ങും എന്നെ കൊണ്ടുപോകാൻ കൊള്ളത്തില്ലെന്ന് പറഞ്ഞ് ഇറങ്ങി പോരുവാണ് രണ്ടുപേരും കൂടി. അങ്ങനെ ഞങ്ങൾ കറക്കൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിൽ തിരിച്ചെത്തി കേട്ടോ. അപ്പൊ നമുക്ക് ഇനി ഗ്രില്ല് ചെയ്യാൻ തുടങ്ങാമേ. ഞാൻ അവലിലാണ് ഗ്രില്ല് ചെയ്യുന്നത്.
അപ്പോൾ ഞാൻ ഗ്രില്ലിൻ്റെ ഓപ്ഷൻ ഓൺ ചെയ്തിട്ട് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഞാൻ ട്രേയിൽ അലൂമിനിയം ഫോയിൽ വിരിച്ചിട്ട് ഇങ്ങനത്തെ ഒരു ഗ്രില്ല് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ പുറത്ത് നമ്മുടെ പോർക്ക് പീസസ് നിരത്തി വെക്കാം കേട്ടോ. നമുക്ക് ഇതിലോട്ട് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് അവനിൽ വെച്ച് ഗ്രില്ല് ചെയ്തെടുക്കാമേ. എനിക്ക് ടോട്ടൽ 30 മിനിറ്റ് ആണ് എടുത്തേക്കുന്നത്. ഒരു സൈഡ് 15 മറ്റേ സൈഡ് 15, അങ്ങനെ ടോട്ടൽ 30 മിനിറ്റ് ആയിട്ട് എടുത്തുള്ളൂ. നിങ്ങൾക്ക് നമ്മുടെ വീട്ടിൽ മറ്റേ വെളിയിൽ കനലൊക്കെ കൂട്ടിയിട്ട് നമുക്ക് വെക്കാൻ അങ്ങനെ ഉള്ള സെറ്റപ്പ് ഉണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാക്കുന്ന കേട്ടോ. അതിനാണ് കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതൽ. അങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ നല്ല സ്മോക്കി ഫ്ലേവർ കൂടി ഉണ്ടാവും കേട്ടോ. ഇപ്പോൾ ഒന്നില്ലെങ്കിൽ ചാർക്കോള് വാങ്ങിച്ചിട്ട് ആൾക്കാർ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ വിറകൊക്കെ കത്തിച്ചിട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മുടെ നാട്ടിലെ പിള്ളേരെല്ലാവരും ചെയ്യുമല്ലോ. അങ്ങനെ ചെയ്യുന്നതാണെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ ന്യൂ ഇയറും കൂടി ആകുമ്പോൾ, ന്യൂ ഇയർ ഈവും കൂടി ആകുമ്പോൾ അടിപൊളിയായിരിക്കും. 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ ഒരു സൈഡ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ തിരിച്ചിടുവാണേ. എന്നിട്ട് ആ സൈഡും കൂടി ഓയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു 15 മിനിറ്റ് കൂടി ഗ്രില്ല് ചെയ്തെടുക്കണേ. അങ്ങനെ നമ്മുടെ ബാർബിക്യൂ പോർക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്കൊരു പീസ് എടുത്ത് കട്ട് ചെയ്ത് കഴിച്ചു നോക്കാം കേട്ടോ. എനിക്ക് ചിക്കൻ ബാർബിക്യൂവിനേക്കാളും ഇഷ്ടം പോർക്കാണേ. അത് ആ നെയ്യും കൂടിയുള്ള പീസാണെങ്കിൽ അടിപൊളിയായിരിക്കുവേ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അത് ആ വീഡിയോ എടുക്കാന്ന് പോലും ആലോചിക്കാണ്ട് ഞാൻ ഈ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കൊരു പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യാം കേട്ടോ, അല്ലെങ്കിൽ ഞാൻ അത് മൊത്തം നിന്ന് തീർക്കും. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായാൽ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലോ കേട്ടോ. ടാറ്റാ, ബൈ ബൈ.